ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പഠിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അത് വാളിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എന്താ പറയുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിങ്ങൾക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള കണ്ടന്റുകളും അതേ കൂടാണ്ട് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജീസും ഒക്കെ എന്താ നിങ്ങൾക്കത് പക്കായിട്ട് യൂസ്ഫുൾ ആവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിവേ നിങ്ങൾ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്ത് നിങ്ങൾ താഴെ എന്തായാലും രേഖപ്പെടുത്താം. നമുക്കത് കാണുമ്പോഴാണ് ഒരു സന്തോഷം വരുന്നുണ്ടാവുക. അതുകൂടാണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയുന്നതിനോ കൃത്യമായിട്ട് ഓരോ സ്റ്റുഡൻസിനും ഓരോ ഏരിയാസ് ആണ് വീക്ക് പോയിന്റ് അല്ലെങ്കിൽ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോവാം. അത് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മൾ ജസ്റ്റ് ഇതിൽ വേർഡിങ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഏതൊരു പ്ലാനിൽ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ ഒരു സക്സസ് കോഡ് ഉണ്ടല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റഡി ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ടൊരു സക്സസ് കോഡ് ഉണ്ട്. ആ ഒരു എക്സാമിന് നമുക്ക് സക്സസ് കോഡ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമെന്നില്ലായിരുന്നു നോക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻ എന്താ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ആ ഒരു സിലബസ് 100% കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഏരിയാസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാണ്ട് മറ്റോ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ കൃത്യമായിട്ട് ഇടവേള ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ദിവസങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പം എപ്പോഴും എന്താ റെഗുലർ ആയിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും എന്താ ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്താ പഠിക്കുക. ഫോർമുലാസ് അല്ലെങ്കിൽ ഫാക്ട്സ് കാര്യങ്ങൾ അതൊക്കെ എന്താ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അതെന്താ മെമ്മറൈസ് ചെയ്യുക, അതായത് റിവൈസ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ എന്താ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഓരോരോ ദിവസങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താ റിവൈസ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഏരിയാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഓരോരോ പോർഷൻസ് നിന്നും വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, എന്തൊക്കെ എങ്ങനെയൊക്കെ ആ ഒരു പോർഷൻസ് നിങ്ങളിപ്പോ ഇന്നിപ്പം സർക്യൂട്ട്സിൽ ഇപ്പം KCL KVL മെഷർ അനാലിസിസ് നോഡ് ട്രാൻസ്ഫർ ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതിൽ ഏത് ലെവലോട്ട് ഏത് ലെവൽ വരെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഓൾറെഡി നമ്മളുടെ PYQs ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ PDF ഉണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മളൊരു ദിവസം ഇത്ര മണിക്കൂറാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ എത്ര പോർഷൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യാണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ നിങ്ങൾ ആ ഒരു പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. ഇത്ര മണിക്കൂർ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് ഇപ്പം 4 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റൊരാൾക്ക് എന്ത് 3 മണിക്കൂർ കൊണ്ടായിരിക്കും പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ടൈം നിങ്ങൾ നോക്കണ്ട, പക്ഷെ നിങ്ങൾ ആ ഒരു പോർഷൻസ് എന്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എന്താ കംപ്ലീറ്റ് ആക്കാം. പിന്നെ നമ്മളിപ്പോ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഓരോരോ പോർഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഓരോ ദിവസം ഇന്ന പോർഷൻസ് ചിലപ്പോഴെന്താ ചിലവർക്ക് ആ ഒരു പോർഷൻസ് നേരത്തെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോ ഒരു 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ അതുവരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്തൊന്ന് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പോർഷൻസ് റിവിഷന്റെ സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഹെൽത്തി ആവുക എന്നുള്ളതാണ്, സ്റ്റേ ഹെൽത്തി എന്ന് പറയാം. അതായത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക. എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ഒരുമിച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ പഠിക്കുന്നതിന് പകരം ജസ്റ്റ് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ജസ്റ്റ് ബ്രേക്ക്, അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കൂടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ബ്രേക്ക് എടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോണിലിപ്പം നിങ്ങൾ ക്ലാസ്സുകൾ ഇപ്പം ഓൺലൈൻ വഴി ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ എന്താ ജസ്റ്റ് അത് ബ്ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഇപ്പൊ എന്തൊക്കെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇല്ലേ ഫോണിലൊക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക. അതായത് നെറ്റ്വർക്ക് അതിലേക്ക് പോകാത്ത രീതിയിലോ വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല.
പിന്നെ നിങ്ങൾ എന്താ നിങ്ങൾക്കൊരു പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ എന്താ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും എപ്പോഴായിരിക്കും എപ്പോഴായാലും നിങ്ങൾക്ക് എന്താ കിട്ടുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും പറഞ്ഞ കാര്യം തന്നെ എന്താ കസ്റ്റമൈസ് ഇഫ് നീഡഡ്. അതായത് ചില ടോപ്പിക്കുകൾ എന്താ നിങ്ങൾക്ക് കൂടുതൽ ടൈം എടുക്കും, ഷെഡ്യൂൾ ടൈമിനെക്കാട്ടും കൂടുതൽ എടുക്കും. ചിലപ്പോൾ എന്താ ഷെഡ്യൂൾ ടൈമിനെക്കാട്ടും കുറവായിരിക്കണം. സോ നിങ്ങൾക്ക് എന്താ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയണ്ടേ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും ഓരോ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ അതിന്റെ തലേദിവസം പഠിച്ച കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായിട്ടത് റിവൈസ് ചെയ്യാം. ഓക്കെ. അവിടെ നമ്മൾ മുന്നേ പറയാറുണ്ട്, അതായത് നോളജ് ബിൽഡ്സ് ലൈക്ക് കോൺക്രീറ്റ് ലെയർ ബൈ ലെയർ എന്ന രീതിയിൽ പറയാറുണ്ട്. Okay. അപ്പോൾ നമ്മളിപ്പോ ഒരു 150 ഡേയ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു 155 ഡേയ്സിന്റെ വരെയാണ് നമ്മൾ ആഡ് ആക്കിയേക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിലിപ്പോ നമ്മൾ ഏറ്റവും ആദ്യം എന്താ സർക്യൂട്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിൽ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ബേസിക് കൺസെപ്റ്റ്, അതായത് റെസിസ്റ്ററിന്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ. ചിലപ്പോഴെന്താ നമ്മളെ ഒരു ക്യൂബ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സീരീസ് പാരലൽ അതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ടാവും. അതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 5 മണിക്കൂറാണ് നമ്മൾ ഡെയിലി ഡ്യൂറേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ എല്ലാവർക്കും 5 മണിക്കൂറൊന്നും വേണ്ടി വരും, 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ മതിയാവും, അല്ലെങ്കിൽ 4 മണിക്കൂർ. ചിലപ്പം ബേസിക് തീരെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറെ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ ഇതൊരു എന്ത് 7 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ എന്താ ന്യൂമറിക്കൽസ് കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. അതേപോലെ ചില കൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ഡിപ്പെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സിനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ രണ്ടാം ദിവസം കിർച്ചോഫ് ലോസ്, KCL, AVL, മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്. പിന്നെ മൂന്നാം ദിവസം നമ്മൾ തിയറംസ്. പിന്നെ നാലാമത്തെ ദിവസം എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ കപ്പാസിറ്റേഴ്സ് കാര്യങ്ങൾ. പിന്നെ കപ്പിൾഡ് സർക്യൂട്ട്സ്. പിന്നെ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. അപ്പൊ ഇതിലൊക്കെ എന്താ RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ. ഓക്കെ. അതൊക്കെ എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ എക്സാമിനും കൂടി എന്താ അതിന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മള് സീരീസ് RLC സർക്യൂട്ട്, പാരലൽ RLC സർക്യൂട്ട്, റെസൊണൻസ്, പിന്നെ ആക്റ്റീവ് പവർ എന്താണ്, റിയാക്റ്റീവ് പവർ എന്താണ്, അപ്പാരന്റ് പവർ എന്താണ്, അതുപോലെ പവർ ഫാക്ടർ, അതേപോലെ കാര്യങ്ങൾ. ഓക്കെ. നമ്മൾ റെസൊണൻസ്, അതൊക്കെയാണ് നമ്മൾ ഡേറ്റ എല്ലാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 11ാമത്തെ ദിവസം എന്താ നമ്മൾ കൃത്യമായിട്ട് എല്ലാ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. ഒരു റിവൈസ് ചെയ്യാം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും, 40 to 50 ക്വസ്റ്റ്യൻസ് അടങ്ങിയ എന്താ ഒരു മോക്ക് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഡെയിലി നിങ്ങൾ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. അത് കൂടാണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാം. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, എക്സാംസ് എഴുതണം. കാരണം വെച്ചാൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം കൃത്യമായിട്ട് അത് എക്സാംസിലേക്ക് കൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പഠിച്ചൊരു മെത്തേഡ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ പഠിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ അവിടെ എക്സാംസ് എഴുതുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 7ാമത്തെ ദിവസം എന്താ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് ഡേ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ഡേ എന്നുള്ള ലേബൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ റെസ്റ്റ് ഡേ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ പോർഷൻസ് എന്താ നമുക്ക് 7ാമത്തെ ദിവസം നമുക്ക് പഠിക്കാം. ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ 12ാമത്തെ ദിവസം എന്ത് ചെയ്യാം നമ്മൾ വീണ്ടും ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അത് 11ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എന്താ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം, വീണ്ടും എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഒരു മൊഡ്യൂൾ നമ്മളവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മൊഡ്യൂൾ വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 13ാമത്തെ ദിവസം നിങ്ങൾ 12ാമത്തെ ദിവസം തൊട്ട് പഠിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ഡെയിലി ചെക്ക് പോയിന്റ് എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഓരോരോ പോർഷൻസ് എന്ത് ചെയ്യാം നിങ്ങളെ അവിടെ റിവൈസ് ചെയ്ത് പോകണം. ഏറ്റവും ആദ്യത്തെ ആഴ്ചകൾ, രണ്ടാമത്തെ ആഴ്ചകളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ 1-2 സബ്ജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ചേഞ്ച് ആവുന്നുള്ളൂ.
അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് മാഗ്നറ്റിസം, പിന്നെ ഇലക്ട്രിസിറ്റിയും അതേപോലെ കമ്പാരിസൺ, ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ട്സ് തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ കുറച്ചധികം കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഫുൾ ടോപ്പിക്സ് നമ്മളവിടെ റിവൈസ് ചെയ്തു. ഓക്കെ. പിന്നെ 20-ാം തീയതി നിങ്ങൾക്ക് അവിടെ റെസ്റ്റ് ഡേ കൊടുത്തു. അത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എന്താ ജസ്റ്റ് റെസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, ഇരുന്നാൽ മതി. അല്ലെ സോറി, 21-ാമത്തെ ദിവസം. 20-ാമത്തെ ദിവസം എന്ത് ചെയ്യാ, നിങ്ങൾ സർക്യൂട്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ. കാരണം വെച്ചാൽ നിങ്ങൾ സർക്യൂട്ട് ഏറ്റവും 12-ാമത്തെ ദിവസം നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, 20-ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ തലേദിവസം പഠിച്ച കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 8 ദിവസത്തെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ, നിങ്ങൾ അവിടെ സർക്യൂട്ട്സ് നിങ്ങൾ അവിടെ എന്താ റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഡേ 20 നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം. 21-ാം തീയതി നിങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 20-ാം തീയതി റെസ്റ്റ് എടുത്തിട്ട് 21-ാം തീയതി റിവിഷൻ ചെയ്യാം. 22-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ്, മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് അല്ലെങ്കിൽ റിവിഷൻ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെയും മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോഴെന്തായി, മാഗ്നറ്റിക് സർക്യൂട്ട്സ് നിങ്ങൾ പഠിച്ചു, ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ മുന്നേ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ റിവിഷൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ എക്സാം എഴുതുന്നു, മിക്സഡ് സബ്ജക്ട് എക്സാംസ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, രണ്ട് സബ്ജക്ട് തമ്മിലുള്ള മിക്സഡ് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് എക്സാംസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 23-ാം തീയതി തൊട്ട് നമ്മൾ എന്ത് ചെയ്തു, സിഗ്നൽസിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണെങ്കിൽ രണ്ട് സബ്ജക്ട് മിക്സ് ചെയ്തൊക്കെ എടുക്കാം. നമ്മളിപ്പം ജസ്റ്റ് ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുന്നത്. നേരെ കുറച്ച് മെഷീൻസിന്റെ സമയത്ത് അങ്ങനെയല്ല, ഇലക്ട്രിക്കൽ മെഷീൻസിന്റെ അടക്കം നമ്മൾ വേറെ സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് എന്താ, നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് ആണ് അറ്റ് എ ടൈം നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിന്റെ കൂടാണ്ട് ഇടയ്ക്ക് എന്താ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ചിലപ്പോഴും നിങ്ങൾക്ക് ഒരേ സബ്ജക്ട് തന്നെ ഒരേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടി വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മിക്സർ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. 23-ാം തീയതി തൊട്ട് നമ്മൾ സിഗ്നൽസ് സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽ, അതിന്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ, കണ്ടിന്യൂസ് എന്താണ്, ഡിസ്ക്രീറ്റ്, പീരിയോഡിക്, അപീരിയോഡിക്, ആ സിഗ്നൽസിന്റെ ടൈപ്സ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എലിമെന്ററി സിഗ്നൽസ് എന്തൊക്കെയാണോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജസ്റ്റ് സിഗ്നൽസ് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വരച്ച് പഠിക്കുക എന്നുള്ളത്. പിന്നെ ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽ. ഈ എലമെന്ററി സിഗ്നൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സിഗ്നൽ ഒന്നും 2 ദിവസം വേണ്ട. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ മുന്നത്തെ ദിവസങ്ങൾ എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഓരോ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾക്ക് ഇതിന് ഇത്രക്കും ദിവസം ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയുന്നില്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഓരോരോ ദിവസം ജസ്റ്റ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടോപ്പിക്സ് കുറച്ചിട്ടേക്കുന്നത്. പിന്നെ സിസ്റ്റംസിലേക്ക് വന്നു, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം വന്നു. അപ്പോ അതിനുശേഷം 22-ാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, 23-ന്. 28-ാം ദിവസം നമ്മൾ ജസ്റ്റ് റെസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സാമ്പിളിംഗ് പ്രോസസ്സ്, ഏലിയാസിംഗ് എഫക്ട്, ഹോൾഡ് സർക്യൂട്ട്സ് കാര്യങ്ങൾ. 33-ാം ദിവസം എന്താ, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പോർഷൻസ് എന്താ റിവൈസ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാം, ഒരു മോക്ക് എക്സാമും കൂടി അറ്റൻഡ് ചെയ്യാം. മിനിമം ഒരു മോക്ക് എക്സാം, അതായത് സിഗ്നൽ സിസ്റ്റത്തിന്റെ മോക്ക് എക്സാം. 34-ാമത്തെ ദിവസം എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ഡേ ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ മുന്നേ പഠിച്ച സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താ റിവൈസ് ചെയ്യാം. ഓക്കെ. 35-ാമത്തെ ദിവസം എന്താ, മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് അല്ലെങ്കിൽ റിവിഷൻ. അത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, മാഗ്നറ്റിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ സിഗ്നൽസ് സിസ്റ്റം കൂടി എന്താ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് എന്താ എക്സാം എഴുതാം. മാഗ്നറ്റിക് സർക്യൂട്ട്സ്, സിഗ്നൽസ് സിസ്റ്റം. അതല്ലാന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് പ്ലസ് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ത് ചെയ്യാം എക്സാമിൽ നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലെ. 36-ാം ദിവസം ഇതേപോലെ എന്താ, കൺട്രോൾ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. സിഗ്നൽസ് കഴിഞ്ഞ് നേരെ കൺട്രോളിലേക്ക് നമ്മൾ പോകുന്നു. അതേപോലെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, മാസിംഗ് ഫോർമുല, ടൈപ്സ് ആൻഡ് ഓർഡർ ഓഫ് ദി സിസ്റ്റം, ടൈം ഡൊമൈൻ റെസ്പോൺസ്. ഓക്കെ. പിന്നെ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യന്റ്. 42-ാം ദിവസം ഇതേപോലെ നമ്മൾ റെസ്റ്റ് ഡേ കൊടുത്തു. 43-ാം 44 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 46-ാമത്തെ ദിവസം എന്താ, കംപ്ലീറ്റ് റിവിഷൻ. 46-ാം ദിവസം. 47-ാമത്തെ ദിവസം എന്താ, നിങ്ങൾ ജസ്റ്റ് റെസ്റ്റ് ഡേ ആയിട്ട് യൂസ് ചെയ്യുക. 48-ാം ദിവസം നിങ്ങൾ മുന്നേ പഠിച്ച സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്, സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം എല്ലാത്തിന്റെ എന്താ ജസ്റ്റ് റിവിഷൻ. അതായത് നമ്മൾ ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ ഷോർട്ട് നോട്ട്സ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, ജസ്റ്റ് എന്താ നോട്ട്സ് ഓടിച്ച് പോയാൽ മതി. ഓക്കെ. അപ്പോഴെന്താ ഇലക്ട്രിക് സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം എന്താ തമ്മിലുള്ള മോക്ക് എക്സാംസും കൂടെ എന്താ അവിടെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ.
48-ാമത്തെ ദിവസം വരെ ആയിട്ടുണ്ട്. 49-ാമത്തെ ദിവസം നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്കാണ് വന്നേക്കുന്നത്. കാരണം എന്താ, നമ്മളവിടെ ഹൈ ടോപ്പിക് ആയിട്ടുള്ള സിഗ്നൽസും കൺട്രോൾസിനും കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് ചെറിയ ടോപ്പിക് ആയിട്ടുള്ള സിഗ്നൽസിലേക്ക് വന്നു, സോറി, ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. സീക്വൻസ് സർക്യൂട്ട്, എ ഡി സി, ഡി എസ് സി എല്ലാം പറഞ്ഞിട്ട് 56-ാമത്തെ ദിവസം എന്താ നിങ്ങൾക്ക് അവിടെ റെസ്റ്റ് യൂസ് ചെയ്യാം. 57-ാമത്തെ ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം. അതിന്റെ അടുത്ത ദിവസം എന്ത് ചെയ്യാം, നമ്മൾ അതിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതിന്റെ എക്സാംസ്, മൾട്ടിപ്പിൾ സബ്ജക്ട് എക്സാംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ്, പിന്നെ എന്ത് വേണമെങ്കിൽ അവിടെ റിവൈസ് ചെയ്യാം പോർഷൻസ്. അതിന്റെ തലേ ദിവസം 56-ാം ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ എന്താ ഡി സി മെഷീൻസിലേക്കാണ് വന്നേക്കുന്നത്. ഓക്കെ, ഡി സി മെഷീൻസ് നമ്മൾ ഒരു 5 ദിവസമാണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ശേഷം എന്താ നമ്മളവിടെ റെസ്റ്റ് ഡേ കൊടുത്തു. പിന്നെ അടുത്ത നമ്മൾ എന്താ ട്രാൻസ്ഫോമേഴ്സിലേക്കാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ മൾട്ടിപ്പിൾ സബ്ജക്ട് അല്ലെങ്കിൽ റിവിഷൻ നമ്മൾ കൊടുത്തു. സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഡി സി മെഷീൻസും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് വന്നു. സിഗ്നൽസ് മെഷീൻസിലേക്ക് നമ്മൾ പോയില്ല. കാരണം വെച്ചാൽ ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ എന്താ ഒരു മെഷീൻസ് അല്ല ഒരു മറ്റ സ്ട്രെങ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു കംഫർട്ട് അല്ലാതെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് വന്നു. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആ 72-ാമത്തെ ദിവസം തൊട്ടിട്ട് 78-ാമത്തെ ദിവസം നമ്മൾ റെസ്റ്റ് ഡേ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ 83-ാമത്തെ ദിവസം 82-ാമത്തെ ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആ ഒരു പോർഷൻസ് റിവൈസ് ചെയ്യാം. 83-ാമത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 84-ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ സിങ്ക്രണസ് മെഷീൻസിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. 89-ാം ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് ഡേ. 90-ാമത്തെ ദിവസം എന്താ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മെഷീൻസ് എല്ലാം നിങ്ങൾ എന്താ റിവൈസ് ചെയ്യാം. മെഷീൻസും മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും എന്താ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് റെസ്റ്റ് ഡേ ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡക്ഷൻ മെഷീൻസിലേക്ക് വന്നു. അപ്പോൾ ഇൻഡക്ഷൻ മെഷീൻസിൽ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിള്, ടോർക്ക് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇലക്ട്രിക് സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്, ഇലക്ട്രിക് മെഷീൻ എല്ലാം നമ്മൾ പഠിക്കാം. പിന്നെ അതിന്റെ എക്സാംസ്, ഇതിന്റെയൊക്കെ എക്സാംസ്. പിന്നെ ആദ്യം എന്താ നമ്മൾ 2-ാമത്തെ ദിവസം ഇതേപോലെ റിവൈസ് ചെയ്യുക. സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അതൊക്കെ എന്താ നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മൾട്ടിപ്പിൾ സബ്ജക്ട് എക്സാം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ദിവസം റെസ്റ്റ് ഡേ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പവർ സിസ്റ്റം ഡേ 99 തൊട്ട് പവർ സിസ്റ്റംസ് ആണ്. 105-ാമത്തെ ദിവസം എന്താ നമ്മളവിടെ ഒരു റെസ്റ്റ് ഡേ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 110-ാമത്തെ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സബ്ജക്ട് റിവിഷനും അതുകൂടാണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിജിറ്റൽ ഇലക്ട്രിക് സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്. പിന്നെ എന്താ 111-ാം ദിവസം ഇലക്ട്രിക്കൽ മെഷീൻസും പവർ സിസ്റ്റം. നമ്മൾ ഡെയിലി ചെക്ക് പോയിന്റുകൾ എന്താ മനസ്സിൽ ഓർത്തോണ്ട് പോവുക. പിന്നെ 112-ാമത്തെ ദിവസം എന്താ നമ്മൾ പവർ ഇലക്ട്രോണിക്സിലേക്ക് വന്നു. 118-ാമത്തെ ദിവസം നമ്മൾ റെസ്റ്റ് ഡേ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ 123, 124 ദിവസം എന്താ നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്ട് റിവിഷൻ, പവർ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, ഇലക്ട്രിക് സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് അവിടെ നമ്മൾ മൈക്രോ പ്രൊസസറിലേക്കാണ് 125-ാമത്തെ ദിവസം വരുന്നത്. 130-ാമത്തെ ദിവസം നമ്മളവിടെ റെസ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 131 തൊട്ട് നമ്മൾ മൊഡ്യൂൾ 10-ലേക്ക് പോയിട്ടുണ്ട്. 138-ാമത്തെ ദിവസം നമ്മൾ റെസ്റ്റ് ഡേ കൊടുത്തു. പിന്നെ 142 നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ്. 141-ൽ നിങ്ങൾ അവിടെ എന്താ പഠിച്ച കാര്യങ്ങൾ, മൊഡ്യൂൾ 10-ൽ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാം. 142, 143-ലേക്ക് എന്താ മൾട്ടിപ്പിൾ സബ്ജക്ട് എക്സാംസ്, ഇലക്ട്രിക്കൽ മെഷീൻസും 10-ാമത്തെ മൊഡ്യൂളും മൈക്രോ പ്രൊസസറും, പിന്നെ സിഗ്നൽ സിസ്റ്റം, പവർ സിസ്റ്റം, ഇലക്ട്രിക് സർക്യൂട്ട്സും. 144-ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 144-ാമത്തെ ദിവസം അവിടെ എന്താ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാവും. മൊഡ്യൂൾ 10 വരെയുള്ള കാര്യങ്ങൾ 144 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇടക്കിടക്ക് നമ്മൾ റെസ്റ്റ് ഡേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ റെസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് 2 ദിവസം ആണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ ഇങ്ങോട്ടേക്ക് ദിവസങ്ങൾ കൂടും. അപ്പോൾ ചിലപ്പം നമുക്കൊരു 150 ദിവസമാണ് നമ്മൾ ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് ഡേ നമ്മൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ നമ്മൾ ഇത്രയും സബ്ജക്ട് കഴിയുമ്പോഴത്തേക്കും 144 ദിവസമായിട്ടുണ്ട്. അതിനിടക്ക് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു, സിംഗിൾ സബ്ജക്ട് മോക്ക് എക്സാംസ് ചെയ്തു, മൾട്ടിപ്പിൾ സബ്ജക്ട് മോക്ക് എക്സാംസ് ചെയ്തു, അല്ലെ? അത് കഴിഞ്ഞിട്ട് 145-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട് മോക്ക് എക്സാംസ് അല്ല മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റും
പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷനും. ഓക്കെ, മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് റിവിഷനും. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് അല്ലെങ്കിൽ ഫോർത്ത് റൗണ്ട് ഓഫ് റിവിഷനിലേക്ക് എവിടെയാണ് നമ്മൾ പോകുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട്സ് ഇതിന് മുന്നേ നമ്മൾ ഏറ്റവും അധികം പഠിച്ചാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തു, നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് റിവൈസ് ചെയ്തു. അതിന്റെ കൂടെ കൺട്രോൾ സിസ്റ്റം നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 145ാമത്തെ ദിവസം നമ്മൾ ഈ രണ്ട് സബ്ജക്ട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, റിവിഷനും അതിന്റെ എക്സാമും. പിന്നെ ഇലക്ട്രിക്കൽ മെഷീൻസും മെഷറിംഗ് ഇൻസ്ട്രുമെന്റും. പിന്നെ പവർ സിസ്റ്റവും 10ാമത്തെ മൊഡ്യൂളും. പിന്നെ പവർ ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും. പിന്നെന്താ, മൈക്രോ പ്രൊസസറും സിഗ്നൽസ് സിസ്റ്റവും. സോറി, മാഗ്നറ്റിക് സർക്യൂട്ട്സും സിഗ്നൽസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ 149 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റിവിഷനും എല്ലാം നമ്മൾ എന്താ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. റിവിഷൻ നമ്മൾ എത്ര റൗണ്ട് കംപ്ലീറ്റ് ആക്കി? 4, 5, 6 തവണ എന്ത് ചെയ്തു, നമ്മൾ ഒരു സബ്ജക്ട് റിവൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുൾ സിലബസ് ടെസ്റ്റ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 145ാമത്തെ ദിവസം തൊട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഫുൾ ലെങ്ത് സിലബസ് എക്സാംസ് എന്ത് ചെയ്യാം, ഫുൾ ഫുൾ സിലബസ് എക്സാംസ് എന്ത് ചെയ്യാം, 145ാമത്തെ ദിവസം കൊണ്ട് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, 145ാം ദിവസം നമ്മൾ തുടങ്ങുന്നില്ല. പകരം എന്ത് ചെയ്തു, ആ ഒരു സമയം തൊട്ട് വീണ്ടും നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റും റിവിഷനുമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ പോയി. വീണ്ടും ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുൾ സിലബസിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് റിവിഷനും കഴിഞ്ഞു, മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് എന്താ എക്സാംസും നിങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ സിലബസ് ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. ഫുൾ സിലബസ് ടെസ്റ്റും 2 ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡേ നമ്മൾ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് എന്താ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും ഈ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റ് ആണെങ്കിലും അതേപോലെ മൊഡ്യൂൾ വൈസ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ, നമ്മളെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ മറ്റേ മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല. കാരണം എന്താ വെച്ചാല്, നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് നിങ്ങൾ കൃത്യമായിട്ട് എന്താ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ടിന്റെ പുറകിൽ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ്, എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നേക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താ മനസ്സിലാക്കി നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പിന്നെ നിങ്ങൾക്ക് എന്താ ആ ഒരു നെഗറ്റീവ് ഒരിക്കലും വരുന്നുണ്ടാവില്ല. 100% ഗ്യാരണ്ടി. നിങ്ങൾക്കുള്ള തെറ്റുകൾ എന്താ, നിങ്ങൾക്ക് പറ്റിയിരുന്ന തെറ്റുകൾ നിങ്ങൾ എന്താ ഈ ഓരോരോ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എന്താ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഏറ്റവും ടോപ്പിക് വൈസ് എക്സാംസിലായിരിക്കും ചിലപ്പോൾ തെറ്റ് പറ്റുന്നുണ്ടാവുക. പിന്നെ മൊഡ്യൂൾ വൈസ് എക്സാമിലായിരിക്കും ചിലപ്പോൾ തെറ്റ് പറ്റുന്നുണ്ടാവുക. പക്ഷെ ഈ തെറ്റുകളൊക്കെ എന്താ നിങ്ങൾ ഫൈനൽ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഫുൾ സിലബസ് ടെസ്റ്റിലേക്ക് എന്ത് എത്തുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾ അവിടെ എറർ ഫ്രീ ആയിരിക്കും. ഓക്കെ, എറർ ഫ്രീ ആയിരിക്കും. ആ ഒരു രീതിയിലുള്ള അനാലിസിസിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പൊ ഫുൾ സിലബസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാലും എന്താ നിങ്ങൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാം. എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് വരെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാം. ഒരു ഏറ്റവും ആദ്യത്തെ 2 ദിവസം ബേസിക് ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. 3ാം ദിവസം എന്താ ഒരു ഫുൾ സിലബസ് മാത്രം മതി, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ എന്താ റിവിഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പിന്നെ 4ാമത്തെ ദിവസം 3ാം ദിവസം എന്ത് ചെയ്യാം, 4, 5 ഫുൾ സിലബസ് ടെസ്റ്റ് ചെയ്യാം. അതൊരു മോഡറേറ്റ് ലെവല്. പിന്നെ അതിന്റെ അനാലിസിസ്. പിന്നത്തെ ദിവസം ഒറ്റ ഫുൾ സിലബസ് ടെസ്റ്റ് മോഡറേറ്റ് ലെവല്. പിന്നെ റിവൈസ് ചെയ്യാം. പിന്നെ എന്താ ജസ്റ്റ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ 185 ദിവസം കൊണ്ട് എന്താ നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു 10 മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 10 മോക്ക് എക്സാംസ് നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ 185 ദിവസം കൊണ്ട് 10 മോക്ക് എക്സാംസ്. മിനിമം നിങ്ങൾ എന്താ 10 മോക്ക് എക്സാമെങ്കിലും എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ആക്കണം. നിങ്ങൾക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുമോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതൊക്കെ നിങ്ങൾ എന്താ റാങ്കിനെ നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ 185 ദിവസമാണ്. അപ്പോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക ഓഗസ്റ്റ് 17-നായിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക. നിങ്ങൾ ഓഗസ്റ്റ് 18 തൊട്ട് നിങ്ങൾ എന്താ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു 155 ദിവസം അല്ലെങ്കിൽ കൂടെ 160 ദിവസം, ഒരു 5 മാസം 10 ദിവസം. അപ്പൊ ഓഗസ്റ്റ് ഫുള്ളും കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ജനുവരി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്താ പറയണ്ടേ കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്. ജനുവരി ലാസ്റ്റ്, ഇൻ കേസ് ഫെബ്രുവരിയിൽ എക്സാം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് എന്താ സിലബസ് ടെസ്റ്റ് കൂട്ടി വരാം. അറ്റ്ലീസ്റ്റ് ഫെബ്രുവരിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ 10 മോക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഫെബ്രുവരിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാർച്ചിലില്ല, ഏപ്രിലില്ല, മെയ്യിലില്ല, ജൂണിലില്ല, ജൂലൈയിലില്ല, ഓഗസ്റ്റിലില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം
നമുക്കിവിടെ മോക്ക് എക്സാംസ് എണ്ണം കൂടും. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അൾട്ടിമേറ്റ് ആയിട്ട് എന്താ നിങ്ങൾക്ക് അവിടെ നല്ലൊരു റിവിഷനും കൂടി നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ എന്താ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വേസ്റ്റ് കണ്ടീഷനാണ് 160 ദിവസം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ അറ്റ്ലീസ്റ്റ് ഒരു 10 മോക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 10 അതിൽ കൂടുതൽ നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ പിന്നെന്താ വേറെ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് വേർഡിങ്സ് ഉണ്ട്, അത് നിങ്ങൾ എന്തെങ്കിലും വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്താ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ ഒരു ഉത്തേജകം കിട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ടാവും. എനിവേ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.